ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് ഈ ഒരു പുട്ടിന്. അപ്പോൾ ഈ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് എത്രയാണോ പുട്ടുപൊടി വേണ്ട അതനുസരിച്ച് പുട്ടുപൊടി എടുക്കാം. ഞാൻ 3 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തരിതരിയായിട്ടുള്ളൊരു പുട്ടുപൊടിയാണ്. അപ്പം നിങ്ങൾക്ക് തീരെ നൈസായിട്ടുള്ള പൊടിയാണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യാനുസരണം പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി തരിയായിട്ടുള്ള പുട്ടുപൊടി ആയതുകൊണ്ട് ഇതിന് ഏറെ വെള്ളമോ പാലോ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന പുട്ടുപൊടിയുടെ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഓരോ പുട്ടുപൊടിക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ല വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതനുസരിച്ച് പുട്ടുപൊടി നമുക്കൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് നനച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ച് കൊടുത്ത് പുട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് തരിതരിയായിട്ടുള്ള പുട്ടുപൊടി ആയതുകൊണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്ത് ഇത് ഒന്നും കൊണ്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. പിന്നെ നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്ത് അവിടെ ഒന്ന് നനച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റ് ആയ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഉള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിത് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. കപ്പലണ്ടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1-2 മിനിറ്റ് ഇട്ട് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ടിന് നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതും കൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം വേണ്ട അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പുട്ടിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നന്നായിട്ട് വെള്ളം പിടിച്ച് ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി ഇച്ചിരി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് നനച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, തരിതരിയായിട്ടുള്ള പുട്ടുപൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ട് ആവശ്യാനുസരണം നമ്മൾ പാലോ വെള്ളമോ തേങ്ങാപ്പാലോ ഒഴിച്ച് കൊടുത്തൊന്ന് നമ്മൾ നനച്ചെടുക്കാം. സാധാരണ നല്ല നൈസായിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിൽ ഇത്രയും പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന നട്ട്സും ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നനച്ചെടുക്കാം. പുട്ടുപൊടിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് ചെയ്യുന്നത്. കാരണം പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഈ പുട്ടുപൊടിയുടെ മാവിട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരുപാട് ഇഷ്ടമാകും. വലിയവർക്ക് പുട്ടൊന്നും അധികം ഇഷ്ടമാകത്തില്ല. പക്ഷേ ഇതുപോലൊരു പുട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമായിട്ടുള്ള പുട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്. ബൈ.